ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. ശത്രുക്കളെ സ്നേഹിക്കുവൻ എന്ന പുതിയ പാഠം യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. കാരണം ഇസ്രായേൽക്കാരുടെ നിയമം അനുസരിച്ച് അവർ അയൽക്കാരെ സ്നേഹിക്കുകയും ശത്രുക്കളെ ദുഷിക്കുകയും വേണം. ഒരു ഇസ്രായേലിനായ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ അയൽക്കാരൻ എന്ന് പറയുന്നത് മറ്റൊരു ഇസ്രായേൽക്കാരനായിരിക്കും. അപ്പോൾ അവൻ സ്നേഹിക്കണം, കാരണം അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ വിജാതീയരായവർ, അവരെയാണ് ഇവർ ശത്രുക്കളായി കണ്ടിരുന്നത്. അപ്പോൾ അവരെയൊക്കെ ദ്വേഷിക്കണം, വിജാതീയരെയൊക്കെ ഇല്ലാതാക്കണം എന്നൊക്കെയുള്ളൊരു ചിന്താരീതി അവർക്കുണ്ടായിരുന്നു. കാരണം അവരുടെ മതത്തോടൊപ്പം ചേർന്ന് തങ്ങളുടെ ദൈവത്തെ അവർ മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു നിയമമാണത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ നിയമത്തിൻ്റെ സമയത്ത് യേശുനാഥൻ പുതിയൊരു നിയമം കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം. ഈ ശത്രു എന്ന് പറയുമ്പോൾ മറ്റൊരു ഇസ്രായേലിൽ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, എല്ലാവരെയും ആ അർത്ഥത്തിലേക്ക് ക്രിസ്തുനാഥൻ കൊണ്ടുവരികയാണ്. എന്നിട്ട് അതിൻ്റെ കാരണമായി പറയുന്നത് നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നത് പോലെ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മക്കളെന്ന സ്ഥാനം എല്ലാവരിലേക്കും വ്യാപിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു ഇസ്രായേൽക്കാരനാണ്. ഇസ്രായേലാണ് ദൈവത്തിൻ്റെ മക്കൾ. എന്നാൽ യേശുനാഥൻ ആ മക്കൾ എന്നുള്ള സ്ഥാനം എല്ലാവർക്കുമായി വീതിച്ച് നൽകുകയാണ്. പിതാവായ ദൈവത്തെ ദൈവം അപ്പ എന്ന് വിളിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. അതുകൊണ്ട് എല്ലാവരും സഹോദരങ്ങളാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. ശത്രുക്കളായാൽ പോലും അവരും ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ സ്നേഹിക്കപ്പെടാൻ അർഹരാണ് എന്ന് യേശുനാഥൻ പുതിയൊരു പാഠം നൽകുകയാണ്. അതിന് അടിസ്ഥാനമായി യേശുനാഥൻ പറയുന്നൊരു വാക്ക് വളരെ ധ്യാനാത്മകമായ ഒന്നാണ്. നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കും. പിതാവ് പരിപൂർണനായിരിക്കുന്നതിൻ്റെ ഒരു കാരണമായി യേശുനാഥൻ പറയുന്നത് അവിടുന്ന് നന്മ ചെയ്യുന്നവരുടെ മേലും തിന്മ ചെയ്യുന്നവരുടെ മേലും ഒരുപോലെ കാരുണ്യം നൽകുന്നവനാണ്. പിതാവ് നീതിമാനാണ്, എന്നാലും അവിടുന്ന് എല്ലാവരുടെ മേലും മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. നീ ദുഷ്ടനാണ്, നിനക്ക് അനുഗ്രഹങ്ങൾ കിട്ടാതിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ദൈവമല്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൈവം ആ സ്നേഹമായിരിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് പരിപൂർണനായിരിക്കുന്നത്. അവിടത്തേക്ക് ഒരു കുറവുമില്ല. അപ്പോൾ ഈ ഒരു ചിന്ത, ദൈവം പരിപൂർണനാണെന്ന ചിന്ത ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് അങ്ങനെ അല്ലായിരുന്നു. ദൈവം പരിശുദ്ധനാണ്, നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്നാണ്. ഈ പരിശുദ്ധി എന്ന് പറയുന്ന പദം അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് വേർതിരിക്കുക എന്നാണ്. പരിശുദ്ധി ഇല്ലാത്തതിനെ മാറ്റി നിർത്തുക എന്നാണ്. അപ്പം ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടത്, ചേർത്ത് നിർത്തപ്പെട്ടത് എന്നാണ് ആ പരിശുദ്ധിയുടെ അർത്ഥം. അപ്പോൾ അവിടെ ഒരു വേർതിരിവ് വരുന്നുണ്ട്. എന്നാൽ യേശുനാഥൻ ആ വേർതിരിവിൻ്റെ പദം മാറ്റി അവിടെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന പരിപൂർണതയുടെ പദം കൊണ്ടുവരികയാണ്. സ്നേഹം കൊണ്ട് ദൈവം എല്ലാവരും സ്നേഹിക്കുന്നതുകൊണ്ട് പരിപൂർണതയാണ്. അപ്പോൾ ഇനി മാറ്റി നിർത്തപ്പെടേണ്ടതല്ല, ചേർത്ത് നിർത്തപ്പെടേണ്ടതാണ് ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനം, നമ്മുടെ ദൈവത്തിൻ്റെ അടിസ്ഥാനം എന്ന് യേശുനാഥൻ പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിക്കുന്നത് ക്രിസ്തുനാഥനാണ്, അവിടെ നിന്ന് ദൈവമാണ്, അവിടെ നിന്ന് എല്ലാവരെയും ചേർത്ത് നിർത്തിയവനാണ്. അപ്പോൾ ഈ ഒരു വചനം നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. ആരെയും മാറ്റി നിർത്താതെ, ശത്രു എന്നതിൻ്റെ പേരിൽ പോലും, എന്നെ ദ്രോഹിച്ചു എന്നതിൻ്റെ പേരിൽ പോലും ഒരാളെപ്പോലും മാറ്റി നിർത്താതെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള നിലയിൽ അവരോട് സ്നേഹവും കാരുണ്യവും കാണിക്കുവാനും, കാരുണ്യം കൊണ്ട് അവരെ തിരികെ കൊണ്ടുവരുവാനും, അവരെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുവാനും ഒക്കെയുള്ള കൃപ നമുക്കുണ്ടാവണം. ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ, നമ്മളോട് തിന്മ ചെയ്യുന്നവരോട് പോലും നന്മയോടെ പ്രവർത്തിക്കാനുള്ള വലിയ കൃപ നമുക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കും. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.